ആദ്യം നല്ലൊരു ഭർത്താവാകാൻ പഠിക്കുക, എന്നിട്ട് സംസാരിക്കുക. ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ എന്ത് പരിഗണന അവൾക്ക് ഇവിടെ കിട്ടുന്നത്? അവൾ ഇവിടെ പണിയെടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഏട്ടനെ കള്ളുപിടിക്കാനുള്ള പൈസ തരാൻ വേണ്ടിയിട്ടും കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാ? പുറത്തേക്ക് കേൾക്കുന്ന ഈ വീട്ടിലെ ബഹളം എന്താ മോളെ ഇത്? നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ അവരെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്? അവരെന്താ ചെറിയ കുട്ടികളാ? അവന്റെ കാര്യങ്ങൾ നോക്കാനും അവന് ഉപദേശിക്കാനും ഒക്കെ അവന്റെ ഭാര്യ ഉണ്ട്. അവൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ നിനക്കെന്താ എത്ര പ്രശ്നം? അവക്ക് കുഴപ്പമില്ലാന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം? അമ്മ എപ്പോഴെങ്കിലും അവളോട് ചോദിച്ചിട്ടുണ്ടോ അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? എല്ലാം സഹിച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാന്ന് എത്ര വിഷമം അവൾ അനുഭവിക്കുന്നുണ്ടാവും. അവൾ അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കഴിവില്ലായ്മ ഉണ്ട്. ഇതിനെക്കാളും കള്ളു കുടിച്ചിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ഒരുപാട് ആമ്പിള്ളാരില്ലേ നാട്ടില്? അവരൊക്കെ കല്യാണം കഴിയുമ്പോൾ നന്നാകുന്നുണ്ടല്ലോ. ആ യശോദന്റെ മോനില്ലേ എത്ര അലമ്പായിരുന്നു, എന്നും കള്ളുകൂടിയും ബഹളവും അടിപിടി ഇത് മാത്രമായിരുന്നു അവൻ. ഇതിപ്പോ അവന് കല്യാണം കഴിഞ്ഞിട്ട് എന്ത് മാറ്റാണ് ആ ചെക്കനെന്ന് നോക്ക്. അവനെ പോലൊരു നല്ലൊരു പയ്യൻ ഈ നാട്ടില് വേറെ ഇല്ല. അങ്ങനെയല്ലേ പെൺകുട്ടികൾ വേണ്ടത്? ഇത് ഇവക്ക് ഒരു വിവരവും ഇല്ല, കഴിവും ഇല്ല. അതുകൊണ്ട് അവന് അങ്ങനെയായി. മര്യാദയ്ക്ക് സംസാരിച്ച് മനസ്സിലാക്കിപ്പിച്ച് അവന് മനസ്സിലാവില്ല കാര്യങ്ങള്. 10-35 വർഷമായിട്ട് അമ്മയ്ക്ക് നന്നാക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഇപ്പൊ പോലും അമ്മ ഏട്ടനോട് മര്യാദയ്ക്ക് സംസാരിക്കാറുണ്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെയുള്ള ഒരാളെയാണോ 2 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് വന്ന് അവള് നന്നാക്കേണ്ടത്? നീ ഇങ്ങനെ കരഞ്ഞും കൊണ്ട് നിക്കല്ലേ. ലൈഫിൽ കുറച്ചൊക്കെ ഒന്ന് ബോൾഡ് ആകാൻ പഠിക്കേ. നീ എന്തിനാ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി നിന്റെ ജീവിതം കളയാൻ നിൽക്കുന്നത്? ഭാര്യമാരെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരുപാട് ആണുങ്ങളെ നാട്ടിലുണ്ട്. അവർക്കൊക്കെയാണ് നല്ലൊരു ഭാര്യന്റെയും കുടുംബജീവിതത്തിന്റെ ഒക്കെ ആവശ്യം. അല്ലാണ്ട് ഈ കള്ളു കുടിക്കുമ്പോ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഭാര്യന്റെ ആവശ്യമൊന്നും ഏട്ടനില്ല. നിനക്കേ നല്ലൊരു ലൈഫ് ഇനിയുണ്ട്. കല്യാണം കഴിഞ്ഞെന്ന് വിചാരിച്ചിട്ട് എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കൊന്നും വേണ്ട. ഇതെന്താണ് ഇത്? ഒരു പെങ്ങള് സംസാരിക്കേണ്ട സംസാരമാണ് നീ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ലാതെ. ആമ്പിള്ളാരായ ചിലപ്പോ കുടിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എല്ലാം ചെയ്യും. ഇവിടെ അവന്റെ ഭാര്യയല്ലേ, ഇവക്ക് അവനെ കൗൺസിലിംഗിന് കൊണ്ടുപോയിട്ട് മാറ്റിയെടുത്തൂടെ? ഒരു കൗൺസിലിംഗിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കള്ളുകുടിച്ച് നടക്കാനും വയലൂരിന്നൊക്കെ വിളിച്ചു പറയാനും ആരും പറഞ്ഞു കൊടുക്കൊന്നും വേണ്ടല്ലോ. അവനവന് നല്ലൊരു ജീവിതം വേണം തോന്നുകയാണെങ്കിൽ അവനവൻ തന്നെ വിചാരിക്കണം. അല്ലാണ്ട് വേറൊരാൾ ഉപദേശിച്ചുകൊണ്ടൊന്നും ഈ ലോകത്ത് ഒരാളും നന്നാകില്ല. ഇവള് കുറെ കൗൺസിലിംഗിന് കൊണ്ടുപോയിട്ട് ഇപ്പൊ എന്താ കാര്യമുള്ളത്? ഏട്ടൻ നന്നാണ് ഏട്ടൻ തന്നെ വിചാരിക്കണ്ടേ? അല്ലെങ്കിൽ ഇവളിവിടെ ട്രെയിനറായിട്ട് വന്നതൊന്നും അല്ലല്ലോ കൗൺസിലിംഗ് കൊണ്ടുപോയി നന്നാക്കി കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഈ അമ്മേനെ പറഞ്ഞാൽ മതിയല്ലോ. മോന്റെ കള്ളുകൂടി നിർത്തി മോനെ നന്നാക്കാൻ കണ്ടുപിടിച്ചൊരു വഴി. വേറെ വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയായപ്പോ കരഞ്ഞാലും വിഷമിച്ചാലും ഒക്കെ കാണാൻ നല്ല രസമല്ലേ?